നിനക്ക് ഡോഗിനെയാണോ ഇഷ്ടം? Yeah. ഓക്കെ. നിനക്ക് ഡോഗ്, നിനക്ക് എന്നാ? പൂച്ച. പൂച്ച. ചേട്ടൻ എന്നാ ചേട്ടാ? എനിക്ക് കുതിര. ചാടാക്ക് എന്നാ ഡാഡാ? മങ്കി. ചേച്ചിക്ക് എന്നാ ചേച്ചി? ഡോങ്കി. നമുക്ക് ആകെപ്പാടെ 1.5 മണിക്കൂറേ ഉള്ളോ ഡെസ്റ്റിനേഷനിലോട്ട്. ഹായോ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ജോർജിയയിൽ തന്നെയുള്ള ഈറ്റോ ടൗണിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് 1.5 hours ആണ് ഇവിടെ ഉള്ളത്. ഈ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഫുള്ള് ചീവീടിൻ്റെ ഒക്കെ സൗണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് കേട്ടോ കളിക്കാൻ. ഇതൊരു വെക്കേഷൻ ഹൗസാണ്. 2 സെപ്പറേറ്റ് വീടുകളായിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് നാട്ടിൽ ഔട്ട് ഹൗസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. പിന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് ഫിഷ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്, പിന്നെ സ്വിമ്മിങ് പൂളുണ്ട്, പിന്നെ പൂൾ ടേബിളുണ്ട് കളിക്കാനായിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒളിച്ച് നിൽക്കുന്ന 2 പേരും നമുക്കിപ്പോൾ കാണാം. 2 പേരുടെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അത് ഞങ്ങളുടെ നാത്തൂനും നാത്തൂൻ്റെ മോള് കുക്കുമ്മയുമാണ്. പിന്നെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ മൈന ബേബി. ഇതാണ് ഇവിടുത്തെ ഹോളും ഡൈനിങ് റൂമും കിച്ചണും എല്ലാം കൂടെ ഓപ്പൺ കിച്ചണാണ്. നമുക്ക് മീനൊക്കെ വെട്ടി വറക്കാനുള്ള കിച്ചണാണത്. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസസ്. ഇത് എക്സ്ട്രാ വന്ന നമ്മുടെ ഔട്ട് ഹൗസാണ്. ഔട്ട് ഹൗസിലും അതുപോലെ 4 ബെഡ്റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 4 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, 2 കോമൺ ബാത്റൂം, പിന്നെ ഒരു സിറ്റിംഗ് റൂം വിത്ത് TV, ഒരു സ്മോൾ സ്പേസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം പിള്ളേരുമൊക്കെ ആയിട്ട് കളിച്ചു. പിള്ളേരൊക്കെ സ്ലൈഡൊക്കെ ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ യാത്രകൾ തന്നെ പോകുന്നത്. പിന്നെ ഞാനും അവൻ്റെ കൂടെ എടുത്ത് ചാടി. പിന്നെ ഇവിടെ മീനും പിടിച്ചപ്പോൾ ഒത്തിരി മീനിനെ കിട്ടി കേട്ടോ. ഈ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സ്ഥലം തന്നെ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒത്തിരി ഇഴജന്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പാമ്പിനെയൊക്കെ കണ്ടു. പാമ്പിൻ്റെ ഒന്നും എടുത്ത് പോകാതെ പേടിച്ച് മാറി നിൽക്കുന്ന 2 പേരെ നമുക്ക് കാണാം. ഇവിടെ കുറേ പേര് ജെറ്റ് സ്കീയും കായാക്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് കൂടെ. പിന്നെ നമ്മൾ മെയിൻലി ഫിഷിങ്ങിനാണല്ലോ വന്നത്. വൈകിട്ടായി രാത്രി നമുക്ക് കിട്ടിയ മീനൊക്കെ മമ്മി വറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി മീനൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇന്ന് ചീട്ടൊക്കെ കളിച്ചു, കോക്ടെയിലൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാവരും കൂടെയുള്ള കോൺവെർസേഷനൊക്കെ ആയിട്ട് ഫണ്ണായിരുന്നു. പിന്നെ നമ്മൾ ചീട്ടിലെ പോയിൻ്റ് വെച്ചുള്ള തർക്കങ്ങളാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കുമ്മയുടെ വകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും രാവിലെ മഴയാണ്. വീണ്ടും രാവിലെ തൊട്ടേ മീൻ പിടിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും പിള്ളേരും ചുമ്മാ കൂടെ ചുമ്മാ ഡാൻസൊക്കെ കളിച്ച് ചില്ലിങ് ആയിരുന്നു. ടോമിന് കിട്ടിയൊരു മീനാണ്. പിന്നെ ടോമ കോക്ടെയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കാണുന്നത്. നല്ല റെയിൻബോ കളർ കോക്ടെയിൽ അല്ലേ. അങ്ങനെ വേണം കെട്ടിയവന്മാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ചീട്ട് കളിക്കുമ്പോൾ കോക്ടെയിൽ കൊണ്ടു തരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഹാവ് എ ഗുഡ് ഡേ.